മഴവില്ല് വിരിയുന്ന പോൽ നറുചിരി മായാത്തൊരഴകാം പെണ്ണ് മലയാള കനവേകുവാൻ നിറമിഴും അഴകിന്റെ ഉടയാടകൾ വർണ്ണങ്ങൾ വിണ്ണിലേകുന്നു എന്നെന്നും യെസ് ഭാരത് നാം ഒന്നായി ചേരുമ്പോൾ എന്നെന്നും യെസ് ഭാരത് മഴവില്ല് വിരിയുന്ന പോൽ നറുചിരി മായാത്തൊരഴകാം പെണ്ണ്. ഇസ്മായിൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള നിമിഷങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് അഭിമാനത്തിന്റെ 10 വർഷങ്ങളുടെ വിജയാഘോഷം കൂടി കൽപ്പറ്റ ഷോറൂം എന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇത്ര വലിയ ഒരു ജനക്കൂട്ടം ഈ രീതിയിൽ ഇവിടെ ഉണ്ടാവാനുള്ളൊരു കാരണം കൽപ്പറ്റയുടെ മനസ്സറിഞ്ഞ് കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണ് യെസ് ഭാരത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വയനാട്ടിൽ വന്നിട്ട് 30 വർഷത്തോളമായി. ഈ കൽപ്പറ്റ ഷോറൂമാണ് എന്നെ ഈ യെസ് ഭാരത് പുറത്തേക്ക് അറിയിച്ചെന്നൊരു ഷോറൂം. ഇന്നും എപ്പോഴും വയനാട്ടുകാരോടൊക്കെയുള്ള ആ സ്നേഹവും ആദരവും ഒരിക്കലും ഞാൻ കൈവിടത്തില്ല. എവിടെയൊക്കെ ഷോറൂം വിട്ടാലും ഇന്നും വയനാട് തന്നെയാണ് ഞാൻ മുന്നിൽ നിർത്തി ഷോറൂം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നും വയനാട്ടിലുള്ള കടപ്പാടും ആ സ്നേഹവും ഞാൻ എപ്പോഴും നിങ്ങളോടുണ്ടാവും. നിങ്ങൾ തന്ന സ്നേഹത്തിനും കടപ്പാടിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട്. എല്ലാവർക്കും നമസ്കാരം. യെസ് ഭാരത് വെഡിങ് കളക്ഷൻസ് കൽപ്പറ്റ ഷോറൂം തുടങ്ങിയിട്ട് 10 വർഷം തികയുകയാണ്. 10 വർഷം ഒരേ രീതിയിൽ ഇതിനെ വളർച്ചയിലേക്ക് നയിച്ച കൽപ്പറ്റയ്ക്കും അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഈ നവീകരിച്ച യെസ് ഭാരതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ള ഒരു ഞായറാഴ്ചയിൽ കൽപ്പറ്റ ഇത്രയധികം ആളുകൾ തടിച്ചുകൂടുക എന്ന് പറയുന്നത് യെസ് ഭാരതിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഒരു വസ്ത്ര വ്യാപാരം സമുച്ചയം എന്നതിനപ്പുറത്ത് ജനങ്ങളെ ഇതുപോലെ ചേർത്ത് നിർത്തി അവർക്ക് കൃത്യമായി സമ്മാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് യെസ് ഭാരത് നടത്തുന്ന ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ബിസിനസ് സംരംഭത്തിന് സർവ്വവിധ ഭാവുകങ്ങളും വയനാട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി നേർന്നുകൊണ്ട്
പ്രിയപ്പെട്ടവർക്കെല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ നവീകരിച്ച ഷോറൂം ജനങ്ങളെ ചേർത്ത് പിടിച്ച് സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് എസ് ഭാരത് ഫാമിലിയുടെയും പിന്നെ എസ് ഭാരതിൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്റ്റാഫുകളുടെയും ഭാഗത്ത് നിന്ന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും പൊരുവെയിലത്ത് നമ്മളുമായിട്ട് സഹകരിച്ചിരിക്കുന്ന വയനാട്ടുകാരെ ഒരിക്കലും എസ് ഭാരതിന് മറക്കാൻ കഴിയില്ല. എന്നും നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് തന്നെ ഉണ്ട്, നെഞ്ചിൻ്റെ ഉള്ളിലുണ്ട്. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഈ സന്തോഷവേളയിലേക്ക് വിജയ ചിത്രങ്ങളുടെ നായിക നമുക്കെല്ലാവർക്കും പ്രിയകരിയായ കല്യാണി പ്രിയദർശൻ എത്തുന്നു. ഹൃദയത്തിലൂടെയാണെങ്കിലും അന്നമാലയിലൂടെയാണെങ്കിലും ഇനി ഇറങ്ങാൻ പോകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെയാണെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും പ്രിയകരിയായ കല്യാണി പ്രിയദർശൻ ഹൃദയം കടഞ്ഞ സ്മാരകമാശിക്കുകയാണ്. കൽപ്പറ്റയിലേക്ക് വയനാട്ടിലേക്ക് യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻസിലേക്ക് യെസ് ഭാരത് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അഫ്ഗാൻ സ്നേഹത്തോടെ കൂടി ക്ഷണിച്ചിരിക്കുകയാണ്. സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രിയപ്പെട്ട നിമിഷം, വളരെ അഭിമാനകരമായ മുഹൂർത്തം. ആരും തിരക്കെടുക്കേണ്ടതില്ല. സമാധാനപരമായിട്ട് നമുക്ക് വിജയകരമായ ഒരു മുഹൂർത്തത്തെ നോക്കി കാണേണ്ടതുണ്ട്. കല്യാണിയെ കാണാനായി കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് ഇവിടെ ഒത്തിരി പേരിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. നമസ്കാരം വയനാട്, നമസ്കാരം കൽപ്പറ്റ. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത്. എന്തൊരു ഭംഗിയാണ് ഇവിടെ. ഇവിടുത്തെ കാറ്റ് ആക്ച്വലി ഇല്ല, പക്ഷെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, അതെനിക്കിപ്പോൾ മനസ്സിലായി. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. യെസ് ഭാരത് വെഡിങ് കളക്ഷൻസ് അവരുടെ കൽപ്പറ്റയിൽ അവരുടെ 10 years ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ്. അവരുടെ ഈ ജേർണിയിലൊപ്പം പറഞ്ഞ പോലെ ഞാനുമുണ്ട്.